ഇത് സൂരജ്. ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. 2018 ഓഗസ്റ്റ് മാസത്തിലെ പ്രളയകാലത്തെ ആരും മറക്കാത്ത ആ ദൃശ്യം ഓർമ്മയില്ലേ? ഇടുക്കി ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയപ്പോൾ കുത്തിയൊലിച്ചൊഴുകുന്ന പെരിയാറിന് കുറുകെ ചെറുതോണി പാലത്തിലൂടെ രക്ഷാപ്രവർത്തകർ എടുത്തോടിയ 4 വയസ്സുകാരൻ. ഇന്ന് സൂരജിന് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. വെള്ളം കയറിയിരുന്ന ആ പഴയ പാലത്തിന് പകരം നിർമ്മിച്ച പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പുതിയ പാലം അടിപൊളിയാ. ഇനി വെള്ളം കയറത്തൊന്നുമില്ല. ഷട്ടർ തുറക്കുമ്പോ അന്ന് അതിലെ എന്നെ പോലീസ് എടുത്തോണ്ട് ഓടിയായിരുന്നു. പഴയ പാലം നിലനിർത്തി 3 വർഷം കൊണ്ട് 17.55 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ചെറുതോണി ഡാമിലെ എല്ലാ ഷട്ടറുകൾ ഉയർത്തിയാലും പുതിയ പാലത്തിൽ വെള്ളം കയറില്ല. ആദ്യം സിഗ്നേച്ചർ പാലം നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ ഇതിന് കേന്ദ്ര അനുമതി ലഭിച്ചില്ല. പിന്നീടാണ് ചെലവ് ചുരുക്കി പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. MP-യുടെ ആ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സംഭവം കാണിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു സിഗ്നേച്ചർ പാലമാണിത്. പക്ഷേ അതൊന്നും നടന്നില്ലെങ്കിലും ഈ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു 2 വർഷത്തോളം മാക്സിമം എടുത്തിട്ടുള്ളൂ ഈ പാലം പൂർത്തീകരിക്കാനായിട്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ ചെറുതോണിയുടെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിൽ ഈ പാലം ഇപ്പം ആയിത്തീർന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ചെറുതോണി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ജില്ലാ ആസ്ഥാനത്തിന്റെ വികസനത്തിനു കൂടി ആക്കം കൂട്ടുന്നതാണ്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനിസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിനിസ് രാജു ചേർന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് ജെയിൻ. അവൻ്റെ സൂരജിൻ്റെ സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഉദ്ഘാടനം എപ്പോഴത്തേക്കാണ് നടക്കുക? അത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഇന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് പഴയ മൂന്നാറിൽ ഈ പരിപാടി നടക്കുന്നത്. ദേശീയപാതയുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെയും അതോടൊപ്പം തന്നെ ചെറുതോണി പാലത്തിൻ്റെയും ഉദ്ഘാടനം ഒരേ വേദിയിലാണ് നടക്കുക. ഏറെ നാളത്തെ പ്രതീക്ഷയാണ് ഈ 2 പദ്ധതികളും എന്ന് പറയാം. കാരണം 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഈ ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്ന് തുറന്നു വെക്കേണ്ടി വന്നു. അങ്ങനെ ചെറുതോണി പഴയ പാലത്തിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം ഒഴുകി മരവും മറ്റ് സാധനങ്ങളുമൊക്കെ ഒഴുകി വന്ന് മരത്തിലിടിച്ച് അതിന് ബലക്ഷയം സംഭവിച്ചു. വളരെ പഴക്കമുള്ള ഒരു പാലമാണ്. അപ്പോൾ അതിനുശേഷമാണ് ചെറുതോണിയിൽ ഒരു പുതിയ പാലം വേണം എന്നൊരാവശ്യം ഉയർന്നു വന്നത്. അതിനുശേഷം പുതിയ ഒരു സിഗ്നേച്ചർ പാലം നിർമ്മിക്കാനായിരുന്നു അന്നത്തെ MP ജോയ്സ് ജോർജ് രൂപരേഖ നൽകിയത്. അതിന് ഏതാണ്ട് 100 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് കേന്ദ്ര അനുമതി ലഭിച്ചില്ല. പിന്നീടാണ് ഇടുക്കി MP ആയ ഡീൻ കുര്യാക്കോസ് ഈ ചെലവ് കുറച്ച ഒരു രൂപരേഖ സമർപ്പിക്കുകയും അതിന് അനുമതി ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ ഏതാണ്ട് ഒരു 3 വർഷം കൊണ്ട് പല പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ടായി. എന്തായാലും ഒരു 3 വർഷം കൊണ്ട് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇപ്പോൾ വളരെ സുന്ദരമായിട്ടൊരു പാലം അവിടെയുണ്ട്. ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ഈ സൂരജ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വളരെ മനോഹരമായിട്ടുള്ള പാലമാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഒരു പ്രളയമോ അല്ലെങ്കിൽ ഡാം തുറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അതുവഴിയുള്ള ഒരു ഗതാഗതം തടസ്സപ്പെടില്ല എന്നുള്ളതാണ്. കാരണം എത്ര വെള്ളം പെരിയാറിൽ ഉയർന്നാലും ആ പാലത്തിൽ വെള്ളം കയറില്ല. അപ്പം അത് ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ജില്ലാ ആസ്ഥാനവുമായി കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഹൈ റേഞ്ചിൽ നിന്നുള്ളവർക്കും ലോ റേഞ്ചിൽ നിന്നുള്ളവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു റോഡാണ്, ഒരു പാലമാണ്. അപ്പം ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മോത്തി. ശരി ജെയിൻ, ഏതായാലും ജെയിൻ പറഞ്ഞതുപോലെ വളരെ ആശ്വാസകരമാണ് ആ പാലം. ഇനി ഒരിക്കലും തകർക്കാനാവാത്ത തരത്തിൽ വിശ്വാസത്തോടു കൂടി പണിതുയർത്തിയ ഒരു പാലമാണ്. സൂരജിനെ പോലെ ഇനി ഒരാൾക്കും ഒരനുഭവം ഉണ്ടാവാതിരിക്കട്ടെ.